അപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിൽ പ്രചരിക്കുന്ന ഒരു വലിയൊരു സംഗതിയുണ്ട്. അതായത് ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അയൽക്കാരന് ദോഷം, അവിട്ടത്തിലാണെങ്കിൽ തവിട്ടിൽ നേടും, പൂരാടമാണെങ്കിൽ ഊരാടും. ഇപ്പോൾ പെൺ പൂരാടമാണെന്നുണ്ടെങ്കിൽ ഊരാടും എന്നുള്ള സ്റ്റൈലിലൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ജ്യോതിഷമായിട്ട് എന്തെങ്കിലും ഇതിന് ബന്ധമുണ്ട്? മാത്രമല്ല, ഈ ആയില്യ നക്ഷത്രക്കാരൻ അയൽ വീട്ടിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കണേ, ഇപ്പോൾ ഇവന് അപ്പുറത്ത് താമസിക്കുന്ന ആയില്യ നക്ഷത്രക്കാരനാണ്, ഇവൻ ഇവിടെ താമസത്തിന് വന്നതിന് ശേഷമാണ് ദിവസം ഇവിടെ ഈ കലഹവും കാര്യങ്ങളൊക്കെ നടക്കുക. പിന്നെ ഈ ആയില്യ നക്ഷത്രക്കാരുണ്ടെങ്കിൽ ആ മറ്റേ വീട്ടുകാരനെ ഗതി പിടിക്കില്ല. ഇങ്ങനെയൊക്കെ ഒരു വലിയ പ്രചരണം നടക്കാറുണ്ട്. ഇതിൽ ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സത്യാവസ്ഥ എന്തെങ്കിലും? അതിന് കുറേ കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. ആയില്യം നക്ഷത്രത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ മനുഷ്യൻ്റെ കണ്ണുകളുടെ ഊർജ്ജത്തെക്കുറിച്ചൊന്ന് പറയണം. നമ്മളൊരു ദീർഘയാത്ര, കുറച്ച് ദൂരം യാത്ര ചെയ്യുന്നതാണോ അതോ ഒരു ദിവസം ജോലി ചെയ്യുന്നതാണോ എന്ന് നോക്കിയാൽ, ക്ഷീണം ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാൽ യാത്ര ചെയ്യുന്നതായിരിക്കും. കാരണം മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കുന്തോറും നമ്മുടെ ഊർജ്ജം കുറേയേറെ നഷ്ടപ്പെടും. ഇത് കേരളത്തിലൊരു പ്രമുഖ ആചാര്യൻ ആദ്യമായിട്ട് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥം വരുന്ന സമയത്ത് ഞാൻ ആ വേദിയിലുണ്ട്. ആ വേദിയിൽ അദ്ദേഹം ആരെയും നോക്കുന്നതായിട്ട് കാണുന്നില്ല, പക്ഷെ നോക്കുന്നതായിട്ട് തോന്നിപ്പിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹം ആരോടും നോക്കാതെ ദൂരെയുള്ള വൃക്ഷങ്ങളെയൊക്കെ നോക്കി സംസാരിച്ചിട്ട് പോവുക. അന്ന് ആ വേദിയിൽ പറഞ്ഞ ഇത് കൂടാതെ ഇനിയും 11 വേദി കേരളത്തോളം അങ്ങോളം ഇങ്ങോളം ചെയ്യേണ്ടതുണ്ട്, അങ്ങനെ യാത്രയാണെന്ന് പറഞ്ഞു. മറ്റൊരു പ്രമുഖ ഭരണാധികാരി കേരളത്തിലേക്ക് ഒരു പ്രോഗ്രാമിന് പല ഉദ്ഘാടന ചടങ്ങുകളും ഒക്കെ പങ്കെടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തിനെ ശ്രദ്ധിച്ചപ്പോഴും അദ്ദേഹം ആരെയും കൂടുതൽ വാച്ച് ചെയ്യുന്നില്ല. ഒന്ന്, നമ്മളുടെ മനസ്സിൻ്റെ ഫോക്കസിങ്, ആ വിഷയത്തിലേക്കുള്ള ഏകാഗ്രതയ്ക്ക്. മറ്റൊന്ന്, നമ്മൾ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ഒരാളിനോട് നമ്മൾ മുന്നിൽ നിന്ന് സംസാരിക്കേണ്ടി വരുമ്പോൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ കുഴപ്പമില്ല, പക്ഷേ നമ്മൾ അല്ലാതെ മറ്റുള്ളവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഊർജ്ജ നഷ്ടമുണ്ട്. ഈ ഒരു കാര്യം വലിയൊരു സത്യമാണ്. ഈ കണ്ണും ദോഷം എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയില്ല. ഏതെങ്കിലും കാര്യങ്ങൾ കണ്ട് അവർ അതിശയിച്ചാൽ ആ ചക്കയെല്ലാം ഉരുണ്ട് വീണു, മാങ്ങയെല്ലാം പൊഴിഞ്ഞു പോയി, തേങ്ങയെല്ലാം പൊഴിഞ്ഞു പോയി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇത് തന്നെയാണ് ആയില്യ നക്ഷത്രത്തിലും കാണുന്നത്. അതിപ്പോൾ നക്ഷത്രങ്ങളെക്കാൾ ഉപരി ചില മനുഷ്യർക്ക് ഇത് വളരെ കൂടുതലാണ്. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ചിന്തയുള്ളവർക്കാണെങ്കിൽ അവരുടെ കണ്ണുകൾക്ക് ഈ ശക്തിയും കൂടി ഉണ്ടെങ്കിൽ അതെല്ലാം നെഗറ്റീവായിട്ട് കുറേ വരുന്നുണ്ട്. ഒരുപാട് പോസിറ്റീവായിട്ടുള്ളവർക്കാണ്, ഈ പോസിറ്റീവായ ചിന്തയുള്ളവർക്കാണ് ഈ ശക്തി കണ്ണിനുള്ളതെങ്കിൽ അവർക്ക് ഒരുപാട് പേരെ ഹീൽ ചെയ്യാൻ സാധിക്കും, നന്മ നിറഞ്ഞ രീതിയിൽ ഒക്കും. ഈ ആയില്യ നക്ഷത്രക്കാർക്ക് ആയില്യം നല്ല പൊതുവെ ആയില്യത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആയില്യക്കാർക്ക് ഈ പറയുന്നത് തീരെ ഇല്ലാതെ ഇല്ല, എന്നാൽ ഇപ്പം പറയുന്ന പോലൊന്നുമില്ല, ഇപ്പം ജനം കൊണ്ടാടുന്ന തരത്തിലൊന്നുമില്ല, എന്നാൽ ചില കാര്യങ്ങളിലുണ്ട്. കാരണം ഒരു 17 വർഷം മുമ്പാണ് തോന്നുന്നു ഒരു യുവാവ് എൻ്റെ അടുക്കൽ ജ്യോതിഷത്തിന് വന്നിരുന്നു. അയാളുടെ മുഖമെല്ലാം മുറിഞ്ഞ പാടുകളാണ്. ശരിക്കും പറഞ്ഞാൽ അത് പാരാസൈക്കോളജിയിലും അല്ലാത്തവരും ഒക്കെ ഇതെടുത്ത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഇത് നമ്മളുടെ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ കിടക്കുന്നത് കൊണ്ട് അതിനെ അത്തരത്തിൽ ആരും കാണാനും ഇല്ല. ഇവിടെ ആർക്കും അങ്ങനെ ഒരു ഗവേഷണ ബുദ്ധിയും ഇല്ല. അതുകൊണ്ട് അത് പോവുകയാണ്. ആ വിഷയം വളരെ വിചിത്രമാണ്. ഈ മുഖത്തെ പാടുകൾ കണ്ടിട്ട് ഞാൻ ചോദിച്ചത് എന്താണെന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയാനാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ആയില്യ നക്ഷത്രമാണ്, പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഏതിനെ നോക്കുന്നത് നശിക്കും. അപ്പോഴയാൾ ആ വീട്ടിലുള്ളവരെ നോക്കിയാൽ അവർക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് തന്നെ നാശം വരും. കണ്ണാടിയിൽ നോക്കുമ്പോൾ കണ്ണാടി പൊട്ടി വീഴുക, പിന്നെ അങ്ങനെ ഏത് വസ്തുവിനെ നോക്കിയാലും നാശം വരുന്നു എന്നാണ് പറയുന്നത്. അയാൾ പറഞ്ഞത്, അന്ന് എന്നോട് പറഞ്ഞത്, ചില കാര്യങ്ങൾ തീ പിടിക്കുക വരെ ചെയ്തിട്ടുണ്ട്. വാഹനത്തെ നോക്കുകയാണെങ്കിൽ വാഹനം നശിക്കും. അയാളുടെ കണ്ണുകൾ കാണുമ്പോഴും അറിയാം പ്രത്യേക ഒരു തീവ്രതയാണ് കണ്ണുകൾ. അപ്പോൾ അയാൾ വിദേശ രാജ്യത്ത് പോയി എന്തോ ഒരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനത്തിലേക്ക് നോക്കിയിട്ട് ഈ ലോഡ്ജിൽ ഇവർ താമസ സ്ഥലത്ത് നിന്ന് അവിടേക്ക് നോക്കുമ്പോൾ അതിനും എന്തോ നാശം വന്നു എന്നൊക്കെ. പിന്നെ അയാളുടെ കണ്ണുകൾക്ക് അസാധാരണമായൊരു വലിപ്പവും കാന്തിക ശക്തിയുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞ കാര്യമാണ്. അതിന് ഞാനന്ന് പറഞ്ഞു വിട്ടത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, അതോടുകൂടി ആ ദോഷം മാറി എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അത് രാവിലെ എഴുന്നേറ്റാൽ സൂര്യനെ നോക്കുക, വേറൊന്നും നോക്കാതെ സൂര്യനെ നോക്കുന്ന രീതിയിൽ എഴുന്നേറ്റ് നോക്കുക. അപ്പോൾ കണ്ണ് തുറന്ന് ഏതിനെ നോക്കിയാലും നാശമാണ്. കണ്ണാടിയിലൂടെ മുഖത്തെ നോക്കിയപ്പോൾ മുഖത്തെല്ലാം മുറിഞ്ഞ് പാടുകൾ വന്നതിൻ്റെയാണ് ഈ മുഖത്തെ പാടുകൾ വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വസ്തുവിന് നാശം വ്യക്തിക്ക് നാശമായി മാറി. ഒരുപാട് കാരണങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അതിനുശേഷം ഞാൻ സൂര്യനെ നോക്കിക്കൊണ്ട് എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ അത് മാറി. പിന്നെ ഒരു മന്ത്രം ജപിച്ചോളാൻ പറഞ്ഞിരുന്നു, അതോടുകൂടി അത് മാറി എന്നാണ് പിന്നീട് വന്നപ്പോഴൊക്കെ എന്നോട് പറഞ്ഞത്. വർഷങ്ങൾ ഒത്തിരിയായി.
ആ ഒരു വിഷയം ശരിക്കും എന്താണ് ഈ കണ്ണുകളിൽ നിന്നുള്ള ഈ തീവ്രതയ്ക്ക് കാരണമെന്നുള്ളത് നമ്മൾ പഠന വിധേയമാക്കേണ്ടതാണ്. നമ്മൾ മതപരമായ കാര്യങ്ങളോ ആചാരങ്ങളോ ദോഷാധിക്യമോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കളയാതെ എന്താണ് ഒരു വ്യക്തിക്ക് ഇത്രമാത്രം ഒരു ശക്തി ഇങ്ങനെ വരുന്നതെന്നുള്ളത് ഇനിയും ഗവേഷണത്തിന് പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ തന്നെ ഉള്ള ആയില്യത്തിനെ ഇത്രമാത്രം പറയേണ്ടതായിട്ടൊന്നുമില്ല. അതിൽ വേറൊരു കാര്യം കൂടെ ആയില്യത്തിൽ ആഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ആയില്യം, തൃക്കേട്ട, രേവതി എന്നിവ ബുധൻ്റെ നക്ഷത്രങ്ങളാണ്. ബുധൻ്റെ നക്ഷത്രക്കാർക്ക് എനർജി ലെവൽ വളരെ കൂടുതലാണ് മനസ്സിൻ്റെ. അവരുടെ സബ് കോൺഷ്യസ് വളരെ വിചിത്രവുമായിരിക്കും. പൊതുവേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ കൂടുതലായിട്ടുള്ള നക്ഷത്രക്കാരും ഞാൻ കണ്ടെടുത്തോളം അതാണ്. ശനിയുടെ ഒരു നക്ഷത്രത്തിനും അത് സ്വഭാവമുണ്ട്. പിന്നെ ആയില്യം, തൃക്കേട്ട, രേവതിക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളതായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ശത്രുദോഷമൊന്നും ഇല്ലെങ്കിൽ ശത്രുദോഷം ഉണ്ടെന്ന് ആരോപിക്കുക, ഭാവനയിൽ കണ്ട് പറയുക, ഇവർക്ക് ഓരോ ദോഷങ്ങൾ വരുമ്പോഴൊക്കെ മറ്റുള്ളവരിൽ ആരോപിക്കുക, ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിൽ ഈ 3 ആളുകാർക്കും വലിയ പ്രാധാന്യമുണ്ട്, ഒത്തിരിയുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ആളുകളും ഉണ്ട്, എല്ലാവരെയും അടച്ച് പറയുകയല്ല, ഉണ്ട്. അപ്പോൾ ആയില്യത്തിന് ഇങ്ങനെ കണ്ണുകൾക്കൊരു പ്രാധാന്യം പണ്ടേ പറഞ്ഞു വെച്ചിരിക്കുന്നതും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഉദാഹരണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവരിൽ നല്ലൊരു ശതമാനം പേരും പോസിറ്റീവായി ചിന്തിക്കുന്നതിനേക്കാൾ ഇരട്ടിയാണ് നെഗറ്റീവായി ചിന്തിക്കുന്നത്. വളരെ അപൂർവം ആളുകൾ ഗ്രഹനിലയുടെ വിശേഷം കൊണ്ട് മാത്രം നല്ല ആളുകളായിട്ട് വരുന്നവരുണ്ട്. ഇവരിൽ ഒത്തിരി കണ്ടുപിടുത്തക്കാരുണ്ട്, കലാകാരന്മാരുണ്ട്, പ്രമുഖ ആയില്യം, തൃക്കേട്ട, രേവതിയിലുള്ളവരുണ്ട്, വലിയ ഗായകരുണ്ട്. ഇവരൊക്കെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ MPD ഉള്ളവരാണ് പലരും. നമ്മൾ വളരെ അടുത്ത് ഈ സിനിമാക്കാരെയോ അതുപോലെ അറിയപ്പെടുന്ന കലാകാരെയോ അല്ലാതെ തന്നെ സമൂഹത്തിൽ സാധാരണമായ ആളുകളെ കൂടുതൽ പഠനത്തിന് വിധേയമാക്കിയപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അവർ പുറത്ത് പറയുന്നത് ഉള്ളിലിരിപ്പും തമ്മിൽ ഒത്തിരി വ്യത്യാസമുള്ളവരുണ്ട്. പിന്നെ ഇവരുടെ ഇന്നർ സെൽഫിന് വലിയ ഊർജ്ജമാണ്. ധ്യാനമൊക്കെ പരിശീലിക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണകരമായി വരുന്നവരാണ്. പിന്നെ ഉള്ളിൽ വെച്ച് കാര്യങ്ങൾ നീക്കാനുള്ള ശേഷി, പിന്നെ കണ്ടുപിടുത്തങ്ങൾക്കുള്ള പ്രാധാന്യം, ഇവയെല്ലാം കൂടുന്നുണ്ട്. ആ ഒരു ലെവൽ നോക്കുമ്പോഴും ബുധൻ്റെ നക്ഷത്രമാകുന്ന ആയില്യത്തിന് ഈ തീവ്രത കൂടുന്നതിന്, ഈ കണ്ണിൻ്റെ തീവ്രതയ്ക്കൊക്കെ സാധ്യത ഇതും കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ആയില്യത്തെക്കുറിച്ച് ആ ആയില്യത്തിൻ്റെ ദോഷങ്ങൾ മാറാനായിട്ട് മുള വെച്ച് പിടിപ്പിക്കുക, അതിൻ്റെ പിന്നിലെ ശാസ്ത്രീയത എന്താണെന്ന് അറിയുന്നില്ല. ഇങ്ങനെ പലരും പറയുന്നു, ചെയ്യുന്നു. നാഗമരം വെച്ച് പിടിപ്പിക്കുകയാണ്. നാഗദന്തിയല്ല, നാഗമരം. നാഗമരം എന്ന് പറഞ്ഞാൽ ഒരു കട്ടിയായിട്ടുള്ള ഒരു ഇലയും നല്ല വെളുത്ത പൂക്കൾ, വലിയ മണമുള്ളതുമുണ്ട്. പണ്ട് നാഗത്തെണ്ണ ആട്ടിയെടുക്കാൻ വേണ്ടി അതിൻ്റെ അരിയാണ് ഉപയോഗിച്ചത്. നാഗമരം വയ്ക്കുന്നിടത്ത് ആയില്യത്തിൻ്റെ വലിയ ദോഷങ്ങൾ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നാഗമരം നിൽക്കുന്നിടത്ത് ബ്ലാക്ക് മാജിക്കിൻ്റെ നെഗറ്റീവ് എനർജിയും വരുന്നില്ല. ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവ് വൈബ് ഈ നാഗമരം പിടിച്ചെടുക്കും എന്നുള്ളൊരു കാര്യമായിട്ട് കാണുന്നു. പിന്നെ നാഗമരത്തിൻ്റെ കായെടുത്തിട്ടാണ് നാഗത്തെണ്ണ, 5 എണ്ണ കുഴമ്പിനൊക്കെ ആയുർവേദത്തിൽ എടുക്കുന്നതുമൊക്കെ. എഡിബിളല്ല, അത് ഭക്ഷ്യയോഗ്യമല്ല. ആ നാഗമരം നിൽക്കുന്നിടത്ത്, ആ നാഗമരത്തിൻ്റെ പൂവിന് വലിയ മണമാണ്. അതിൻ്റെ പെർഫ്യൂംസൊക്കെ കിട്ടും ഈ കടകളിലൊക്കെ. ഏറ്റവും കൂടുതൽ തേനീച്ചകൾ വന്നിരിക്കുന്ന ഒരു ചെടിയാണ്. നാഗമരം വെച്ചിരിക്കുന്നിടത്ത് സർവ്വ ഐശ്വര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. നാഗമരം നിൽക്കുന്നിടത്ത് തണുപ്പ് കൂടുന്നുണ്ട്. കാരണം ഇതെനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് അറിയാം. നാഗമരം കാലങ്ങളായിട്ടുള്ള ഒരു വീടാണ്. അത് ആ ദേശത്തൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പം ചിലയിടത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ചുവട്ടിലെത്തുമ്പോൾ അതിന് തൊട്ടടുത്തൊക്കെ കുറച്ച് തണുപ്പുണ്ട്. ഒരുപാട് വണ്ണം വയ്ക്കാത്തൊരു മരമാണത്. ഒത്തിരി കാലം കൊണ്ടേ കുറച്ചൊന്നും വണ്ണം വയ്ക്കും. വലിയ കടുപ്പമുള്ള തടിയുമാണ്, നിറച്ചെണ്ണയുമാണ് ആ തടിക്ക്. അത് ഒരു പ്രത്യേകതയായിട്ട് കാണുന്നു. പിന്നെ ഈ ചിലർ എരിക്കൊക്കെ വയ്ക്കാറുണ്ട്. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഈ ദോഷങ്ങളെ മറികടക്കുമെന്ന് പറയും. എന്തായാലും ആയില്യ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവരുടെ രീതികളിൽ കുറച്ചൊരു ശ്രദ്ധയോടുകൂടി നമ്മൾ നിൽക്കുകയും കാര്യങ്ങൾ ചെയ്യുന്നതുമൊക്കെ നല്ലതാണ്. പിന്നെ അവരുടെ ഈ സബ് കോൺഷ്യസ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് പലപ്പോഴും അറിയാനൊക്കെയില്ല. കാരണം ഞാൻ കണ്ടതിടത്തോളം ഈ ഹൈന്ദവ വിശ്വാസങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് 100% ഇടതുപക്ഷ ചിന്താഗതിയുമായിട്ടിരുന്നൊരു വീടുണ്ട്. ആ വീട്ടിലെ ഒരു പുതിയ തലമുറയിൽ അദ്ദേഹത്തിൻ്റെ മകൻ അല്ലെങ്കിൽ അടുത്ത തലമുറ അതിൽ ഒരാൾ ആയില്ല. എങ്ങനെയാണെന്നറിയില്ല ഇത്തരം വിശ്വാസങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ ഇതിൽ കൊടുമ്പിരി കൊണ്ട് ചിന്തിക്കുക. ഞാൻ ആലോചിക്കാറുണ്ട്, ഇതെന്താ ഇങ്ങനെ വന്നിരിക്കുന്നത്? ആ വീട്ടിൽ ഇത്തരം എല്ലാ കാര്യങ്ങളെയും ശരിയോ തെറ്റോ ഒന്നും ഇല്ലാതെ തന്നെ ഭാരതീയം എന്നൊരു വാക്ക് കേൾക്കുമ്പോഴേ
ഒരുതരം ജ്വരക്കോളായിരുന്നു. മനസ്സിലായി, ഭാരതീയത, ഭാരതീയൻ, കാളിദാസൻ, ഇങ്ങനെയൊക്കെയുള്ള പേര്. കാളിദാസനൊക്കെ കെട്ടി കഴിഞ്ഞാൽ വെറുപ്പാകും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം, കാരണം ഇതൊന്നും ശരിയല്ല. ഇംഗ്ലീഷിലെ ഏതെങ്കിലും കവിത എഴുതിയിരിക്കുന്നവരുടെയൊക്കെ പേര്, വേർഡ്സ്വർത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഇഷ്ടമാണ്. ഒരിക്കൽ വിശ്വമഹാകവിയാണ് കാളിദാസൻ എന്ന് ഞാൻ പറഞ്ഞപ്പം അദ്ദേഹം എതിർത്തിരുന്ന, അത് വേർഡ്സ്വർത്തേ ആവത്തുള്ളൂ. ഞാൻ പറഞ്ഞു ലീച്ച് ഗ്യാദറിനെ കുറിച്ചൊക്കെ എഴുതിയാണോ കാളിദാസൻ, അങ്ങനെ അത് ഷേക്സ്പിയറും ഒക്കെയാണ് അദ്ദേഹത്തിന്. ഷേക്സ്പിയറിനെ കുറിച്ചും വൈൽഡസ്റ്റ് ബ്യൂട്ടിയെക്കുറിച്ചും ഒക്കെ ഒരുപാട് സംസാരിക്കും. പക്ഷേ അതേ സമയത്ത് ഭാരതീയമായ പുസ്തകങ്ങളോട് വെറുപ്പായിരുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ട് മാത്രം വളർന്നിട്ടും എന്തുകൊണ്ട് ആചാരത്തിലേക്ക് വന്നത് മാത്രമല്ല, ഭ്രാന്തമായ ആചാരങ്ങളിലേക്ക് വന്നത് മറ്റുള്ളവർക്കൊരു തലവേദനയും കൂടാകുന്ന രീതിയിൽ ഈ അടുത്ത തലമുറയിൽപ്പെട്ട ആയില്യ നക്ഷത്രക്കാരൻ വന്നു എന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് ആയില്യക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോഴും ആ ഒരു ജാഗ്രത ഞാൻ ജ്യോതിഷ രംഗത്ത് പാലിക്കാറുണ്ട്. കാരണം ആളുകളെ നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് എനിക്കറിയാം ആളുകളെ എന്നുള്ളൊരു മുൻധാരണ എനിക്ക് ശരിയല്ല. ഞാനങ്ങനെ എന്നെക്കുറിച്ച് തന്നെ എൻ്റെ വിജ്ഞാനത്തെക്കുറിച്ച് ജഡ്ജ് ചെയ്യുന്നതും ശരിയല്ല. കാരണം മനുഷ്യ മനസ്സൊരു അനന്തമായ നദിയാണ്. അത് 840 ദശലക്ഷം ജന്മങ്ങളെന്നല്ല, ഏതെങ്കിലുമൊക്കെ ജന്മത്തിൽ ഊറിക്കൂടിയിരിക്കുന്നതെല്ലാം കൂടെ എപ്പോഴാണ് ഇത് പുറത്തേക്ക് ഇവർ കൊണ്ടുവരുന്നത് എങ്ങനെ അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നക്ഷത്രക്കാർ വരുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും അവരുടെ വീട്ടിൽ പോയി ഒരു കലഹം ഉണ്ടാകാത്ത രീതിയിലും, ഇനി എനിക്കെതിരെ അങ്ങനെയുണ്ട് പറഞ്ഞടക്കാനാവാത്ത രീതിയിലും, എന്നാൽ അവരുടെ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിച്ച് വിടാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടുമാണ് ഭൂരിപക്ഷവും ചെയ്യുന്നത്. അപ്പോൾ ആയില്യക്കാരെക്കുറിച്ച് പൂർണ്ണമായും അങ്ങനെ നമ്മൾ മുദ്ര കുത്തുന്നതും തെറ്റാണ്. പക്ഷേ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതായ പ്രൊഫസറായിരുന്ന ആൾ ആയില്യമായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ അത്രയും ശ്രേഷ്ഠനായ ഒരു പുരുഷനെ കണ്ടിട്ടില്ല എന്ന് പറയാം. അത്രയും എന്നെ ഏറ്റവും ആയില്യം ആണെന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതെന്തോ അതിനെക്കുറിച്ച് ഞാൻ ഈ പ്രമുഖരുടെ പിന്നാലെ പോകുന്ന ഒരു പരിപാടിയില്ല. സാധാരണക്കാരൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ കിട്ടാറ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അദ്ദേഹം ആയില്യമായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ അത്രയും ശ്രേഷ്ഠനായൊരു ആൺവർഗത്തിലൊരാളിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റില്ല. അത്രയും മഹാനായിരുന്നു അദ്ദേഹം, ആയില്യമായിരുന്നു. അപ്പോൾ ഈ രണ്ട് വശവും ഉണ്ട്. അപ്പോൾ അതും ഒരു കാര്യം ഓർക്കണം, അത്രയും അദ്ദേഹം എക്സ്ട്രീം ലെവലാണ്, നന്മയിൽ എക്സ്ട്രീമായിരുന്നു. അപ്പോൾ തിന്മയിലും എക്സ്ട്രീമായ ആളുകൾ ഈ നക്ഷത്രത്തിൽ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഈ അവിട്ടം നക്ഷത്രം തവിട്ടിൽ നേടുമെന്നൊക്കെ അതൊക്കെ എന്ന് പറയുന്നതിൽ അതൊക്കെ ഒരു ആശ്വാസത്തിന് ഉപയോഗിക്കാൻ ഒരു വാക്കല്ലേ, നെഗറ്റീവ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അതങ്ങനെ തന്നെ പ്രചരിക്കട്ടെ. ഈ കാരണം ചിലതിനൊക്കെ ഒരുപാട് അതിഭാവുകത്വവും ഭവ്യതയും ഭവിതവ്യതയും ഒക്കെ കൊടുക്കുന്നത് നല്ലതല്ലേ. ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോൾ പ്രസാദം താഴെ വന്ന് അയ്യോ അത് വീണു ദോഷമാണ് അത്. അതേസമയത്ത് അമ്പലത്തിൽ ചെല്ലുമ്പം ബലിക്കല്ല് തൂക്കുന്ന ആളും കഴകക്കാരനും ഒക്കെ നിന്നയോടുകൂടി അങ്ങനെ പോകും. പക്ഷെ നമ്മളത് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ എന്തേ കാണിച്ച് താഴെ വീണു, അയ്യോ ഭഗവാനോട്, അങ്ങനെയൊക്കെ ആ ഒരു വിശ്വാസവും പരമപൂജ്യതയും സങ്കല്പിക്കുന്നത് നമുക്കൊരു സുഖമുണ്ട്. അത് നമ്മൾ ബോധപൂർവ്വം, ഞാനൊക്കെയാണ് ബോധപൂർവം അങ്ങ് ചെയ്യും. ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു ശുദ്ധ വേദാന്തിയാണെങ്കിൽ പോലും അതിനൊരു സൗന്ദര്യമുണ്ട്, ആ ഒരു ഭയഭക്തി ബഹുമാനമൊക്കെ ഒരു എല്ലാം ഉണ്ട്. അതങ്ങനെ തന്നെ തുടരട്ടെ. ചില വിശ്വാസങ്ങളൊക്കെ ഒരു അലർട്ട് നല്ലതാണല്ലോ. അതെ, എല്ലാത്തിലും പല വിശ്വാസങ്ങളും ചുമ്മാതാണെന്ന് പറഞ്ഞാൽ പോലും തുടരാനാണ് എനിക്കിഷ്ടം. പല കാര്യങ്ങളും അതിൻ്റേതായ ഒരു സൗന്ദര്യമുണ്ട്. സമൂഹത്തിൻ്റെ സരളമായ നടത്തിപ്പിനൊക്കെ അത് അനിവാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ തവിട്ടിൽ നിന്ന് നേടും എന്നൊക്കെയുള്ള ആശയങ്ങൾ അവിട്ടക്കാരങ്ങനെ നേടിക്കോട്ടെ, അങ്ങനെ അവരും നേടിയിരുന്നോട്ടെ. ആ ചിന്ത കൊണ്ട് തന്നെ അവർ നേടുന്നവരുണ്ടാവും. ആർക്കും ദോഷമൊന്നുമില്ല. പിന്നെ ആയില്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ അടച്ച് പറയാതിരിക്കുക എന്നുള്ളത്. ഗ്രാമപ്രദേശങ്ങളിൽ ആയില്യക്കാർക്ക് താമസിക്കാനേ ഒക്കെ ഇല്ല. അത് ഈ ചില പെൺപിള്ളേരൊക്കെ കല്യാണം കഴിച്ച് ഓരോ വീടുകളിൽ എത്തിക്കഴിഞ്ഞാൽ അയൽക്കാരി സ്ത്രീകൾ വളരെ സ്നേഹത്തോടെ അടുത്ത് മോളുടെ നാളെന്താ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവർ ഈ കഷ്ടകാലത്തിന് ആദ്യമേ തന്നെ ഇതങ്ങ് വിളിച്ച് പറയും. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും പനിയോ തലവേദനയോ ഒക്കെ വരാൻ തുടങ്ങി. ചുമ്മാ അല്ല, ഇതുവരെ ഒരു പ്രശ്നമില്ല. അപ്പോഴത്തെ ആ രാഘവൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന അവളുണ്ടല്ലോ, അവളായില്ല, അന്ന് തുടങ്ങി. പിന്നെ ഇത് കയറി സബ് കോൺഷ്യസ് മൊത്തം നിറയും. പിന്നെ ഇവളെ കാണുന്നത് ദേഷ്യം, ഇവളെ കൊല്ലാൻ ശ്രമിക്കും, ആകെപ്പാടെ പിന്നെ ഇവർ പൂജയ്ക്ക് നടക്കും. ഈ കഥ